ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂംസിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം. അത് ചെറിയ ബെഡ്റൂംസ് ആണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ കൊടുക്കാമെന്നും അത് തേച്ച് കഴിഞ്ഞ സമയത്ത് തേപ്പിൻ്റെ പ്ലാസ്റ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നീറ്റായിട്ട് എങ്ങനെ ചെയ്ത് അവസാനം ഇരിക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എൻട്രൻസിലാണ് മെയിനായിട്ട് റൂമിലേക്ക് വരുന്ന എൻട്രൻസിൽ 2 വേ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. 2 വേ സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് ഒരു ഫാനും ലൈറ്റ്സും വേണമെങ്കിൽ ഒരു പ്ലഗ് സ്വിച്ചും പിന്നെ എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടി ഇനി അതുകൂടി കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് സ്പേസ്, അതായത് ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് സ്പേസ് കുറവാണെങ്കിൽ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ കുറവാണെങ്കിൽ ഇവിടെയാണ് കബോർഡ് വരുന്നതെങ്കിൽ നമുക്ക് നേരെ താഴെയായിട്ട് നമുക്കൊരു അവിടെ ഒരു ഫുൾ ലാമ്പിൻ്റെ സിസ്റ്റം കൂടി കൊടുക്കാം. പിന്നെ ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മോഡ്യൂളിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വാർക്കയുടെ അകത്തിടുന്ന സീലിങ്ങിൻ്റെ ബോക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ബോക്സാണ് നമ്മൾ സാധാരണ ഒരു റൂമിൽ സാധാരണ കൊടുക്കാറ്. അത് ഒരു 6 വാട്ട് കിട്ടാവുന്ന രീതിയിൽ 4 LED ബൾബ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നേരെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയാണ്. ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് 6 അടി കട്ടിൽ വരുന്ന രീതിയിൽ നമ്മുടെ റൂമിൻ്റെ അകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇനി അതല്ല, സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് ഒറ്റ സ്വിച്ച് ബോർഡ് കൊടുക്കാനേ പറ്റുള്ളൂ. അതായത് ഒരു 8 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ 8 മോഡ്യൂളിൻ്റെ ഒരു 4 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ 3 മോഡ്യൂളിൻ്റെയും സ്വിച്ച് ബോർഡ് നമുക്ക് ഒന്നിച്ച് കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന എക്സോസ്റ്റ് നമ്മൾ റൂമിൽ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിൻ്റെ പോയിൻറ്റ്, AC-യുടെ പോയിൻറ്റ്, 2 2 വേ സ്വിച്ച്, റെഗുലേറ്റർ, പിന്നെ വരുന്ന ബെഡിൻ്റെ ഏരിയ ആണെങ്കിൽ സ്വിച്ച് പ്ലഗ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അത്രയുമാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ടെങ്കിൽ മാസ്റ്റർ സ്വിച്ചും. ഇതിനാണ് നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിൽ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏരിയ ആണെങ്കിൽ സിസ്റ്റം വെക്കാനുള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു 6 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ ഒരു 3 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്വിച്ചും പ്ലഗ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ച് ബോർഡിൻ്റെ, അതായത് ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് 90 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് വെക്കാൻ പറ്റുന്നതുകൊണ്ട് 90 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 8 മോഡ്യൂളിൻ്റെ ഒരു 3 മോഡ്യൂളിൻ്റെയുമാണ് കൊടുത്തിരിക്കുന്നത് ബെഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്കിവിടെ കട്ടിലിട്ട് കഴിയുന്ന സമയത്ത് 70 സെൻറ്റിമീറ്റർ താഴെയാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നതെങ്കിൽ കട്ടിലിട്ട് കഴിയുമ്പോൾ അത് മൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വൺ സൈഡ് സ്പേസ് കുറഞ്ഞ റൂമാണെങ്കിൽ നമ്മൾ ഒരു 90 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സാധാരണ സ്വിച്ച് ബോർഡ് കൊടുത്തത് ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ. പിന്നെ വരുന്ന ബാത്റൂമിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കൊടുത്തത് 2 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തു. അത് 130 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. പിന്നെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞ രീതി ചെറിയൊരു മിറർ ലാമ്പും ചെറിയൊരു സീലിംഗ് ലൈറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇതുപോലെ ഒരു 6 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തു. നേരെ നമ്മൾ ബാത്റൂമിൻ്റെ എൻട്രൻസിലേക്ക് കടന്നു. പിന്നെ അടുത്ത് ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയ, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ, കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത്. വാഷ് ബേസിൻ്റെ ഏരിയയിലും മിറർ ലാമ്പ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത്രയും മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ. അപ്പോൾ റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡുകൾ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ്, പിന്നെ അതുപോലെ തന്നെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിൽ വരുന്ന സ്വിച്ച് ബോർഡ്, പിന്നെ നമ്മളൊരു സിസ്റ്റം കാര്യങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു എക്സ്ട്രാ ഒരു സ്വിച്ച് ബോർഡ്, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസിലേക്ക് വരുന്ന സ്വിച്ച് ബോർഡ്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന സ്വിച്ച് ബോർഡ്. ഇത്രയാണ്. പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡ്, പിന്നെ ഹീറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹീറ്ററിൻ്റെ ഒരു പ്ലഗിൻ്റെ പോയിൻ്റായിട്ട് ഏറ്റവും മുകളിലായിട്ട് ബാത്റൂമിൻ്റെ അകത്ത് വരും. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകൾ വരുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.